ഈ തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാടിനടുത്തുള്ള വള്ളൂർ ആലുംതാഴം ശ്രീ വരാഹി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ശുംഭൻ നിശുംഭൻ എന്നീ അസുരന്മാരുടെ വധത്തിനായി ദൈവന്മാരിൽ നിന്നും ദൈവിക ശക്തികൾ സ്ത്രീ ശക്തികളാക്കി സ്വരൂപിച്ചു എന്നും അതിൽ വരാഹമൂർത്തിയിൽ നിന്നും എടുത്ത ശക്തിയാണ് വരാഹി മാതാവ് എന്നും ആണ് ഐതിഹ്യമുള്ളത്. സപ്തമാതൃക്കളിൽ ഒന്നായ വരാഹി മാതാവ് വളരെ ക്ഷുഭിതയായ വരാഹമുഖത്തോടുകൂടിയാണ് കുടികൊള്ളുന്നതെങ്കിലും ഒരു ക്ഷിപ്രപ്രസാദിനിയും ഇഷ്ടവരദായിനിയുമായിട്ടാണ് ഭക്തന്മാർ വിശ്വസിക്കുന്നത്. മഴ പെയ്തൊഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ചുറ്റും കോൾപ്പാടങ്ങളാണ്. ഇപ്പോൾ പെയ്തൊഴിഞ്ഞ മഴയിലെ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഏതാണ്ട് ജലാശയം പോലെയാണ് കാണുന്നത്. പക്ഷെ അതെല്ലാം പാടശേഖരങ്ങളാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. ധാരാളം പേരുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിലേക്ക്. അതിപുരാതന ക്ഷേത്രമാണെങ്കിൽ കൂടെ ചുറ്റുമുള്ള പ്രകൃതിയോട് ഇണങ്ങിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ ക്ഷേത്ര സങ്കല്പമാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ചെല്ലുന്ന സമയത്ത് അവിടെ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ മറ്റു പല ക്ഷേത്രങ്ങളെയും പോലെ തന്നെ പതിവായിട്ടുള്ള വഴിപാടുകളൊക്കെ ഉള്ളൊരു ക്ഷേത്രം തന്നെയത്. ഗണപതി ഹോമം, ഭാഗ്യസൂക്തം, ശത്രു സംഹാരം, അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഉള്ളൊരു ക്ഷേത്രം തന്നെയാണിത്. അതുകൂടാതെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലപ്പ സമർപ്പണമാണ്. ഈ ഭൂമിയിൽ ജീവൻ്റെ വിത്തുകൾ മുളച്ചു പൊങ്ങുന്നതിന് ആദ്യത്തെ കാരണമാണ് കലപ്പ. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യങ്ങളായിട്ട് വളരുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇതിലൂടെ നാം എടുക്കുന്നത്. കലപ്പ അവിടെ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. കലപ്പ വാങ്ങി അവിടെയുള്ള ആദ്യം ദേവിയെ തൊഴുത്, വീരഭദ്രനെ തൊഴുത്, ആഞ്ജനേയ സ്വാമിനെ തൊഴുത് നമ്മൾ ഇതേപോലെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ അവിടെ നാഗദൈവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പ്രദക്ഷിണം വെച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഈ ദേവീ സന്നിധിയിൽ ഈ കലപ്പ സമർപ്പിക്കുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച ശേഷം വേണം അവിടെ കലപ്പ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ഥലം മറക്കണ്ട, തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാടിൽ മഞ്ഞപ്പിത്തം സെൻറ്റർ എന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഓട്ടോറിക്ഷയിൽ പോയി കഴിഞ്ഞാൽ ഈ വരാഹി ക്ഷേത്രത്തിലെത്തും. വരാഹി വാർത്താളി വജ്രഘോഷം നമ, അതാണ് ദേവിയുടെ പ്രധാന മന്ത്രം.